നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. ചെണ്ടുമല്ലി കൃഷി എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ. നമ്മളുടെ കീഴിൽ നമ്മളുടെ ഓപ്പൺ അഗ്രികൾച്ചർ ഗ്രൂപ്പ് ടീം എന്ന ഈ കാർഷിക കൂട്ടായ്മയുടെ കീഴിൽ തന്നെ ഏകദേശം 600 ചില്ലാം ഗ്രൂപ്പുകളും വ്യക്തികളുമായിട്ട് ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം നമ്മളെ നേതൃത്വത്തിൽ തുടങ്ങിയെന്ന് പറയാൻ വയ്യ. തൈ നട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ച ആളുകളുണ്ട്, ഒരു മാസം കഴിഞ്ഞ് വിളിച്ച ആളുകളുണ്ട്. പൂവ് വരുന്നില്ല, മൊട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് റീസെൻ്റ്ലി നമ്മൾ ഓഗസ്റ്റ് 10-15 തീയതിക്ക് ശേഷം വിളിച്ച ആളുകളുണ്ട്. അവർക്കൊക്കെ നമുക്ക് അറിയുന്ന രീതിയിലുള്ള വളപ്രയോഗവും പരിചരണവും പറഞ്ഞു കൊടുത്തു. അപ്പോൾ വളരെ സന്തോഷമെന്ന് പറയാൻ കാരണം ധാരാളം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകളിലൊക്കെ ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് മഹോത്സവങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും കണ്ടു. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ തൈ വാങ്ങി കൃത്യസമയത്ത് തന്നെ നട്ട് പരിപാലിച്ച ഒരേ ഒരു ഗ്രൂപ്പിന് നമ്മൾ മൊട്ട് വരാനുള്ള സാധ്യതാ സമയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 20-ൻ്റെ ഉള്ളിൽ മൊട്ട് വരണം. പക്ഷെ ആ മൊട്ടിന് നല്ല കരുത്ത് വേണം. അപ്പോൾ അതിനുള്ള വളപ്രയോഗമൊക്കെ മുന്നേ നന്നായി പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വളം പ്രയോഗിക്കുമ്പോൾ മറ്റുള്ള ആളുകളുടെ രീതിയല്ല എൻ്റെ രീതി പറഞ്ഞത്. ഞാൻ ഡെയിലി എന്നുള്ള രീതിയിലും 3 ദിവസം എന്നുള്ള രീതിയിലൊക്കെ വളം പ്രയോഗിക്കാൻ പറഞ്ഞത്. ഈ പ്രാവശ്യത്തെ കനത്ത മഴ കാരണം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ വെള്ളത്തിലൂടെ ഒലിച്ചു പോകും. അതുകൊണ്ടാണ് മഴ കുറയുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ പല ആളുകളും വളം കൊടുത്തിട്ടുണ്ട്. അത് മഴ സമയത്ത് കൊടുത്ത ആളുകൾക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോയതാവാം, അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന വളത്തിൻ്റെ ഇൻ്റർവെല്ല് വ്യത്യാസം വന്നതുകൊണ്ടാവാം. മഴ ഒരു വില്ലനായതാണ്. പക്ഷെ ചില ആളുകൾ ഒരു സൂത്രം ചെയ്തു. നല്ല മഴ പെയ്യുന്ന സമയത്ത് മഴ എപ്പോഴാണോ വാർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കുന്നത്, ആ സമയത്ത് ഞാൻ അവരോടൊക്കെ എനിക്ക് ഓരോരുത്തരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. എന്നെ വിളിക്കുന്ന ആളുകളോടൊക്കെ ഗ്രൂപ്പുകളായിട്ടും പേഴ്സണലായിട്ട് വിളിക്കുന്ന ആളുകളോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്, മഴ എപ്പോഴാണോ കുറഞ്ഞു നിൽക്കുന്നത് ആ സമയത്ത് ഫോളിയർ സ്പ്രേ ഇല വഴി നന്നായിട്ട് വളം കൊടുക്കുക. അത് ചെടി വേഗം വലിക്കും. പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും മഴ പെയ്താലും കുഴപ്പമില്ല, ഇല വലിച്ചിട്ടുണ്ടാവും കുറേ വളങ്ങൾ. അപ്പോൾ എനിക്ക് ഇത്രയും ഗ്രൂപ്പുകൾ ചെയ്തിട്ട് ഒരേ ഒരു ഗ്രൂപ്പിനാണ് പൂവുണ്ടാവാത്തത്. അതൊരു വിഷമം തന്നെയാണ്. കാരണം അവർക്ക് കൂടി പൂവുണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ രീതി സക്സസ് ആയി എന്ന് പറയാം. എന്നാലും അതിൻ്റെ ഒരു ഘടകം ഞാൻ പറഞ്ഞു മഴ. പിന്നെ പല ആളുകളും വളം പ്രയോഗിക്കുന്ന രീതിയും പ്രയോഗിക്കുന്ന സമയവും വ്യത്യാസമാണ്. രാവിലെ കൂടുതൽ വളം കൊടുക്കുന്ന ഇല വഴി കൊടുക്കുന്ന ആളുകൾക്ക് വേഗം വലിച്ചെടുക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും ചെടി വെള്ളമൊക്കെ കുടിച്ച് വീർത്തിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന വളം ഉപയോഗിക്കില്ല. അപ്പോൾ ചില ആളുകൾ വൈകുന്നേരമാണ് എല്ലാം. ഇപ്പോൾ വ്യക്തികൾക്ക് ഒഴിവുള്ള സമയം വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരമാണ് ഇല വഴി കൊടുക്കുക. ഇല വഴി വൈകുന്നേരം കൊടുക്കുമ്പോൾ ഒരു ദോഷം എന്താ വെച്ചാൽ, ചെടി ആ സമയമാകുമ്പോഴേക്കും പകൽ സമയത്ത് സൂര്യപ്രകാശത്തു നിന്നുള്ള ആഹാരവും മണ്ണിൽ നിന്നുള്ള വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല ഉഷാറായിരിക്കുന്ന നേരത്ത് നമ്മൾ ഇല വഴി സ്പ്രേ കൊടുത്താലും അത് വലിക്കണമെന്നില്ല. അപ്പോൾ ഇതിനൊക്കെ സമയക്രമമുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ പൂ വിരിയാത്ത ആളുകളോടും പൂ കുറഞ്ഞ ആളുകളോടും പൂ കൂടുതൽ വന്ന ആളുകളോടും നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതി വെക്കുക. പിന്നെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞു ഇന്ന് 30-10-10 വളം പ്രയോഗിക്കാൻ പറഞ്ഞു. അദ്ദേഹം രാവിലെ പ്രയോഗിച്ചാൽ നല്ല എഫക്റ്റ്, ഉച്ചയ്ക്കാണെങ്കിൽ കുറച്ച് കുറഞ്ഞു, വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ ആ വലിച്ചെടുക്കുന്ന ശക്തി കുറയുന്നു പറഞ്ഞു. അപ്പോൾ ഈ പൂവ് കുറഞ്ഞ ആളുകളൊന്ന് നോക്കുക, നിങ്ങൾ വളം കൊടുത്തത് രാവിലെ സമയത്താണോ അതോ വൈകുന്നേര സമയത്താണോ എന്നൊക്കെ നോക്കുക. ഈ രാവിലെ വൈകുന്നേരം ചെടികൾക്ക് വലിയ ബാധകമല്ലെങ്കിലും നമ്മളെ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഈ വളമൊക്കെ വലിച്ച് നോർമലി വെള്ളമൊക്കെ വലിച്ചെടുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ വളം കൊടുത്താലും ചെടി വലിക്കണമെന്നില്ല. നമ്മൾ നല്ലോണം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക്, അല്ലെങ്കിൽ നല്ല വെള്ളം കുടിച്ചിരിക്കുന്ന നേരത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആ അവസ്ഥ ചെടികൾക്കുണ്ടാവും. പക്ഷെ പ്രയോഗിച്ച ആളുകൾക്ക് നമ്മളെ മനസ്സിൽ നമ്മൾ വളം കുറേ കൊടുത്തു എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പൂവുണ്ടായ ആളുകളും പൂ കുറഞ്ഞ ആളുകളും അല്ലെങ്കിൽ തീരെ വളർച്ചയില്ലാത്ത ആളുകളൊക്കെ ചിന്തിക്കണം. നിങ്ങൾ പ്രയോഗിക്കുന്ന വളത്തിൻ്റെ സമയം, വളത്തിൻ്റെ അളവ്, എല്ലാ കാര്യം കൂടി അതിലൊരു ഘടകമാണ് കേട്ടോ. ഏതായാലും എല്ലാവർക്കും അത്യാവശ്യം പൂവ് പൂർണ്ണമായിട്ടും ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. അവർക്കും അത് ഓണസമയത്ത് തിരുവോണാകുമ്പോഴേക്കും എന്തായാലും വിരിയട്ടെ. അവരുടെ പ്രതീക്ഷകൾ അടുത്ത കൊല്ലത്തേക്ക് കൂടി അവരുടെ സമയക്രമം ഒന്ന് മാറ്റി കൊടുത്തുകൊണ്ട് അവർ കൂടുതൽ ഉഷാറായിട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ. പിന്നെ
ഞാൻ പറഞ്ഞു ഈ 2 ചെടി. ഇപ്പം ഈ ഇതിൽ കാണുന്ന ഈ ഓറഞ്ച് ചെടിയുടെ നോക്കാം. ഈ ഓറഞ്ച് ചെടി ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് അതിൽ വലിയ പൂവ് ഇപ്പുറത്ത് ബാക്കിലാണ് കാണുന്നത്, വീഡിയോയിലേക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഈ വലിയ പൂവ് ഇനിയും വിരിയാനുണ്ട്. ഈ വിരിയാനുള്ള പൂവ് ഈ അവസ്ഥയിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഒരു നല്ല പൂവ് 20 ഗ്രാം മുതൽ 35-40 ഗ്രാം വരെ തൂക്കാം. നമുക്ക് 45-50 ഗ്രാം വരെ ഒരു സമയത്ത് പൂ കിട്ടിയ വളം കൂടുതൽ കൊടുത്തതാണ് കേട്ടോ, അങ്ങനെ പൂവ് കിട്ടും. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു പൂവ് ഇങ്ങനെയുള്ള പൂർണ്ണമായും വിരിയുന്നതിന് മുന്നേ പൊട്ടിച്ചിട്ട് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇക്കൊല്ലം എല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്തു. കുറേ ആളുകൾ എന്നെ വിളിച്ചു, അതിൽ വളരെ സന്തോഷമുണ്ട്. വിളിക്കാത്ത ആളുകളോട് നമുക്ക് പരിഭവമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വിൽപ്പനയിലും നിങ്ങളുടെ ഇതിൻ്റെ പൊട്ടിച്ചിട്ടുള്ള ഇതിൻ്റെ വിൽപ്പന ഇപ്പോൾ വില നിലവാരത്തിലൊക്കെ പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലും ഇതെങ്ങനെ വിൽക്കും എന്നുള്ള ചിന്തയിലൊക്കെയാണ് പല ആളുകളും. ഏതായാലും കുറേ ആളുകൾ വിളിച്ചു, കുറേ ആളുകൾ വീഡിയോ അയച്ചു തന്നു, ചില ആളുകൾ പത്ര കട്ടിങ്ങുകൾ അയച്ചു തന്നു. അതിനും വളരെ സന്തോഷമുണ്ട്. ഇനി ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും കൂടി ഒരു കാര്യം, ഈ പൂവിൻ്റെ കൃഷി ഓണത്തിനോട് കഴിഞ്ഞാൽ ചെടി അവിടെ തന്നെ നിർത്തിയിട്ട് കുറച്ചും കൂടി മൊട്ട് കിട്ടുകയാണെങ്കിൽ മഹാനവമി സമയത്തേക്ക് പരീക്ഷിക്കുക, നിങ്ങൾ കിട്ടുമോ നോക്കുക. ഇത് കഴിഞ്ഞാലും തുടർച്ചയായി പൂക്കൃഷിയോ ഇലച്ചെടികളുടെ കൃഷിയോ, അതായത് ബൊക്കെ ഉണ്ടാക്കാനുള്ള ചെടികളുടെ കൃഷിയോ താല്പര്യമുള്ള ആളുകൾ നേരിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അത് നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് തരാം. എന്നിട്ട് നമ്മൾ അതിൽ വരുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പ്രാദേശികമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുക. എന്നിട്ട് മാത്രം അതിലേക്ക് ഇറങ്ങുക. അല്ലാതെ ഒരാൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം പെട്ടെന്ന് ചാടി ഇറങ്ങി ഒരു കൃഷിയിലേക്ക് ഇറങ്ങണ്ട. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സന്തോഷം ഉണ്ടെന്ന്. ഇത് നമ്മൾ മറ്റു ഗ്രൂപ്പുകളിലോടൊക്കെ പറയുന്നത് ഇന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ധാരാളം പൂവുണ്ടായിട്ടുണ്ട്, അവർക്ക് ഇന്ന വില കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇനിയും കൂടുതൽ കൃഷിയിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ അറിവുകൾ നിങ്ങളുടെ അടുത്ത് മാത്രം വെക്കരുത്. എന്തെങ്കിലും സീക്രട്ട് കാര്യങ്ങൾ പൂവ് കൂടുതലിടാനോ ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ സ്വന്തം ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിലോ അത് അടുത്ത ആൾക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ സന്തോഷം. പൂവുണ്ടായ എല്ലാ ആളുകൾക്കും മൊട്ട് വിരിഞ്ഞ് ഇനിയും കാത്തു നിൽക്കുക. നിങ്ങൾ ക്ഷമയോടുകൂടി നിൽക്കുക. നമുക്കിപ്പോൾ ഇക്കൊല്ലത്തെ വിൽപ്പനേനേക്കാൾ കൂടുതൽ നമുക്ക് നന്നായി പൂവുണ്ടായി കാണുക എന്നുള്ളൊരു ചിന്തയിലേക്ക്, മനസ്സിന് സന്തോഷം നൽകുന്ന ഈ ദൃശ്യ വിസ്മയത്തിലേക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് അത് ഇത്രയും നല്ല രീതിയിൽ നിങ്ങളുടെ കൃഷിയായിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം നിങ്ങളോട് പ്രകടിപ്പിക്കുകയാണ്. ഇനി നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കമൻറ്റുകളായിട്ടും കോളുകളായിട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു.